പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്ക് സം ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് പോകാം. 3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് 4ാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പതിനാലാമത്തെ ചോദ്യം. The angle of elevation of the top of a building from the foot of a tower is 30 degree and the angle of elevation of the top of the tower from the foot of the building is 60 degree. If the tower is 50 meter high, find the height of the building. ഇതാണ് ചോദ്യം. ഞാൻ ക്വസ്റ്റൻ ഒന്നുകൂടെ വായിക്കാം. The angle of elevation of the top of a building from the foot of a tower is 30 degree and angle of elevation of the top of the tower from the foot of the building is 60 degree. If the tower is 50 meter high, find the height of the building. ഇതാണ് ചോദ്യം. നമുക്ക് ആ ടവർ എ ബി എന്നെടുക്കാം. ടവറിൻ്റെ നീളം 50 മീറ്റർ എന്ന് പറയുന്നുണ്ട്. ടവർ നമുക്ക് എ ബി എന്നെടുക്കാം. ബിൽഡിങ് നമുക്ക് സി ഡി എന്നെടുക്കാം. ലെറ്റ് എ ബി ബി ദ ടവർ ആൻഡ് സി ഡി ബി ദ ബിൽഡിങ്. ടവർ എ ബി ആണെന്നിരിക്കട്ടെ, സി ഡി ആണെന്നിരിക്കട്ടെ ആ ബിൽഡിങ്. ഹൈറ്റ് ഓഫ് ദ ടവർ തന്നിട്ടുണ്ട്, അത് 50 മീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എച്ച് ആണെന്നിരിക്കട്ടെ. ലെറ്റ് എച്ച് ബി ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എച്ച് ആണെന്നിരിക്കട്ടെ. ബിൽഡിങ്ങിൻ്റെ ബോട്ടം ഫുട്ടിൽ നിന്ന് ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആണ്. ടവറിൻ്റെ ഫുട്ടിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്, ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ടവർ, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബിൽഡിങ്ങിൻ്റെ ഫുട്ടിൽ നിന്ന് ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അതുപോലെ ടവറിൻ്റെ ഫുട്ടിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടവർ നമ്മൾ എ ബി എന്നെടുത്തു, ബിൽഡിംഗ് നമ്മൾ സി ഡി എന്നെടുത്തു, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമ്മൾ എച്ച് എന്നെടുത്തു. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ സി എ ബി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ടാൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം എ സി ആണ്. ടാൻ 60 = എ ബി ബൈ എ സി ആണ്. ടാൻ 60 എന്ന് പറയുമ്പോൾ √3 ആണ്. അപ്പോൾ √3 എന്ന് പറയുന്നത് എ ബി എന്ന് പറയുമ്പോൾ 50 ആണ്. 50 ബൈ എ സി ആണ്. അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ സി എന്ന് പറയുന്നത് 50 ബൈ √3 എന്ന് കിട്ടും. 50 ബൈ √3. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. എ സി എന്ന് പറയുന്നത് 50 ബൈ √3 ആണ്. വീണ്ടും ഫ്രം റൈറ്റ് ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ടാൻ 30 ഡിഗ്രി സമം ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം സി ഡി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം എ സി ആണ്. സി ഡി ബൈ എ സി ആണ്. ടാൻ 30 ഡിഗ്രി = സി ഡി ബൈ എ സി ആണ്. ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/√3 ആണ്. സി ഡി എന്ന് പറയുന്നത് ഇവിടെ എച്ച് ആണ്. എച്ച് ഡിവൈഡഡ് ബൈ എ സി ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സി എന്ന് പറയുന്നത് എച്ച് × √3 ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ്റെയും LHS ഈക്വൽ ആയതുകൊണ്ട് RHSഉം ഈക്വൽ ആയിരിക്കും. ബൈ 1 and 2 നമുക്ക് പറയാം 50 ബൈ √3 = h × √3 എന്ന് വരും. ഈ √3 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 50 ബൈ √3 × √3 = h എന്ന് വരും. ദാറ്റ് ഈസ് 50 ബൈ 3 = h എന്ന് വരും. ദാറ്റ് ഈസ് h = 16.67. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Two poles of equal heights are standing opposite each other on either side of the road which is 80 meter wide. From a point between them on the road, the angle of elevation of the top of the poles is 60 degree and 30 degree respectively.
Find the height of the poles and the distance of the point from the poles. Question ഒന്നുകൂടെ വായിക്കാം. Two poles of equal heights are standing opposite each other. Two poles of equal heights are standing opposite each other on either side of the road, which is of 80 meter wide. From a point between them on the road, the angle of elevation of the top of the poles is 60 degree and 30 degree respectively. Find the height of the poles and the distance of the point from the poles. ഇതാണ് ചോദ്യം. ഒരേ ഹൈറ്റുള്ള രണ്ട് പോളുകൾ, നമുക്ക് ആ പോളുകൾ എ ബി എന്നും സി ഡി എന്നും എടുക്കാം. ആ പോളുകളുടെ കോമൺ ഹൈറ്റ് എച്ച് ആണെന്നിരിക്കട്ടെ. ഒരേ ഹൈറ്റുള്ള രണ്ട് പോളുകൾ 80 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ രണ്ട് സൈഡിലാണ് ഈ പോളുകൾ നാട്ടിയിരിക്കുന്നത്. ഈ രണ്ട് പോൾസ് തൂണുകൾ ഈ 80 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ രണ്ട് അരികിലാണ് ഈ പോളുകൾ, ഈ തൂണുകൾ നാട്ടിയിരിക്കുന്നത്. തൂണുകൾ നമുക്ക് എ ബി എന്നും സി ഡി എന്നും എടുക്കാം. അവരുടെ രണ്ടുപേരുടെ ഹൈറ്റ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ആ ഹൈറ്റ് എച്ച് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എ സി ആണെന്നിരിക്കട്ടെ ആ റോഡിൻ്റെ വീതി. ആ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് തൂണുകൾ വെച്ചിട്ടുണ്ട്, എ ബിയും സി ഡിയും. രണ്ടിൻ്റെ ഹൈറ്റ് സെയിം ആണ്. ആ ഹൈറ്റ് നമുക്ക് എച്ച് എന്നെടുക്കാം. പിന്നെ റോഡിലെ ഒരു പോയിന്റിൽ നിന്ന് ആദ്യത്തെ തൂണിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. രണ്ടാമത്തെ തൂണിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. നമുക്ക് ഈ പോളുകളുടെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ പോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഇ എ ബി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ടാൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളമാണ്. അപ്പോൾ എച്ച് ബൈ എ എന്ന് വരും. ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. അപ്പോൾ √3 സമം എച്ച് ബൈ എ ഇ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇ എന്ന് പറയുന്നത് എച്ച് ബൈ √3 എന്ന് വരും. എച്ച് ബൈ √3. ഇനി ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഇ സി ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് എച്ച് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഇ സി ആണ്. എച്ച് ബൈ എ സി ആണ്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അപ്പോൾ 1/√3 സമം എച്ച് ബൈ ഇ സി ആണ്. അപ്പോൾ ഇ സി എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു √3 ആണ്. ഇനി നമുക്കറിയാം എ ഇ പ്ലസ് ഇ സി എന്ന് പറയുന്നത് 80 ആണെന്നറിയാം. എ ഇയും ഇ സിയും കൂടെ കൂട്ടിയാൽ 80 ആണെന്നറിയാം. എ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എച്ച് ബൈ √3 പ്ലസ് എച്ച് ഇൻറ്റു √3 ഇസ് ഈക്വൽ ടു 80. എച്ച് അങ്ങ് വെളിയിലെടുക്കുകയാണെങ്കിൽ 1/√3 പ്ലസ് √3 ഇസ് ഈക്വൽ ടു 80. ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു കോമൺ ഡിനോമിനേറ്റർ √3 വരും. ഓൺ ന്യൂമറേറ്റർ 1 + 3 എന്ന് വരും. ഇസ് ഈക്വൽ ടു 80. ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു 4/√3 ഇസ് ഈക്വൽ ടു 80. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു √3/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു √3. അപ്പോൾ 20√3 മീറ്ററാണ് ആ പോളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അത് എ സി ആണ്. ഇവിടെ ആ പോളുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എ സി ആണ്. ഡിസ്റ്റൻസ് അവസാനം ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ പോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഇ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പോൾസിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ അതാണ് അടുത്തായിട്ട് കാണേണ്ടത്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഇ ഫ്രം ദ ഫസ്റ്റ് പോൾ ഈസ് ഈക്വൽ ടു എ ഇ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ √3 ആണ്. എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20√3/√3 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ ആണ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഇ ഫ്രം ദ സെക്കൻഡ് പോൾ എന്ന് പറയുമ്പോൾ 80 - 20 എടുത്താൽ മതി. മൊത്തം വീതി എന്ന് പറയുന്നത് 20 ആണ്. മൊത്തം വീതി എന്ന് പറയുന്നത് 80 ആണ്. അതിൽ നിന്ന് 20 കുറച്ചാൽ മതി. ഇപ്പം 80 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 മീറ്റർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ TV tower stands vertically on a bank of a canal. From a point on the other bank directly opposite to the tower, the angle of elevation of the top of the tower is 60 degree. Full stop. From another point 20 meter away from this point on the line joining this point to the foot of the tower, the angle of elevation of the top of the tower is 30 degree. Find the height of the tower and width of the canal. ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. A
TV tower stands vertically on a bank of a canal. From a point on other bank directly opposite to the tower, comma, the angle of elevation of the top of the tower is 60 degree. From another point 20 meter away from this point, on the line joining this point to the foot of the tower, comma, the angle of elevation of the top of the tower is 30 degree. Find the height of the tower and the width of the canal. അപ്പോൾ ഒരു കനാലിൻ്റെ തീരത്ത് ഒരു ടവറുണ്ട്. ആ ടവർ നമുക്ക് എ ബി എന്ന് എടുക്കാം. എ ബി ആണെന്നിരിക്കട്ടെ ടവർ, അതിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ടവറിൻ്റെ ഹൈറ്റ് എച്ച് ആണെന്നിരിക്കട്ടെ. ആ കനാലിൻ്റെ ഫ്രം എ പോയിന്റ് ഓൺ ദി അതർ ബാങ്ക്, ആ മറുകരയിൽ നിന്നൊരു പോയിന്റിൽ നിന്ന് കനാലിൻ്റെ ഒരു സൈഡിൽ, ഒരു കനാല് അതിൻ്റെ ഒരു സൈഡിൽ ഒരു TV ടവർ നിൽപ്പുണ്ട്. ആ ടവർ നമുക്ക് എ ബി എന്ന് എടുക്കാം. ആ ടവർ എ ബി ആണെന്നിരിക്കട്ടെ, അതിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, അത് എച്ച് ആണെന്നിരിക്കട്ടെ. ആ കനാലിൻ്റെ മറുകരയിലെ ഒരു പോയിന്റിൽ നിന്ന് ഈ TV ടവറിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അവിടെ നിന്ന് ഒരു 20 മീറ്റർ അപ്പുറമുള്ള പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ടവറിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഒരു കനാല്, ഞാൻ ഈ കനാലാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. കനാലിൻ്റെ ഒരു കരയിൽ ഒരു TV ടവർ, അത് എ ബി ആണെന്നിരിക്കട്ടെ, അതിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, അത് എച്ച് ആണെന്നിരിക്കട്ടെ. കനാലിൻ്റെ മറുകരയിൽ നിന്ന് ഈ TV ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അവിടുന്ന് ഒരു 20 മീറ്റർ അപ്പുറത്ത് മാറിയുള്ള പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ടവറിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ലെറ്റ് എച്ച് ബി ദ ഹൈറ്റ് ഓഫ് ദ TV ടവർ ആൻഡ് എക്സ് ബി ദ വിഡ്ത്ത് ഓഫ് ദ കനാൽ. നമുക്ക് ടവറിൻ്റെ ഹൈറ്റും കണ്ടുപിടിക്കണം, കനാലിൻ്റെ വിഡ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ ടവറിൻ്റെ ഹൈറ്റ്, TV ടവറിൻ്റെ ഹൈറ്റ് എച്ച് ആണെന്നിരിക്കട്ടെ, ആ കനാലിൻ്റെ വീതി എന്ന് പറയുന്നത് എക്സ് ആണെന്നിരിക്കട്ടെ. അതാണ് എഴുതിയിരിക്കുന്നത്. ലെറ്റ് എച്ച് ബി ദ ഹൈറ്റ് ഓഫ് ദ TV ടവർ ആൻഡ് എക്സ് ബി ദ വിഡ്ത്ത് ഓഫ് ദ കനാൽ. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ CAB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് tan 60 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം എച്ച് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം AC ആണ്. H/AC ആണ്. tan 60 എന്ന് പറയുമ്പോൾ √3 ആണ്. √3 എന്ന് പറയുന്നത് H/AC ആണ്. അപ്പോൾ AC എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് H/√3 ആണ്. H/√3 ആണ്. AC എന്ന് പറയുന്നത് H/√3 ആണ്. നമ്മൾ AC കണ്ടുപിടിച്ചു. AC = H/√3. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ DAB എന്ന് പറയുന്ന വലിയ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് tan 30 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളമാണ്. tan 30 എന്ന് പറയുന്നത് H/AD ആണ്. tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അപ്പോൾ 1/√3 = H/AD ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AD എന്ന് പറയുമ്പോൾ H/√3 ആണ്. H/√3 ആണ്. ഇനി AD - AC എന്ന് പറയുമ്പോൾ H/√3 ആണ്, മൈനസ് H/√3 ആണ്. AD - AC എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 AD - നൗ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ AC കണ്ടുപിടിച്ചു. AC എന്ന് പറഞ്ഞാൽ H/√3 ആണ്. അതുപോലെ AD നമ്മൾ കണ്ടുപിടിച്ചു, അത് H/√3 ആണ്. AC കണ്ടുപിടിച്ചു, അത് H/√3 ആണ്. അതുപോലെ AD കണ്ടുപിടിച്ചു, അത് H/√3 ആണ്. ഇനി AD - AC കാണാം. AD - AC എന്ന് പറയുമ്പോൾ H/√3 മൈനസ് H/√3 ആണ്. AD - AC എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20 = H/√3 മൈനസ് H/√3 ആണ്. ദാറ്റ് ഈസ് 20 = H/√3 മൈനസ് 1/√3. ദാറ്റ് ഈസ് H ഇൻറ്റു കോമൺ ഡിനോമിനേറ്റർ √3 വരും, ഓൺ ന്യൂമറേറ്റർ 3 - 1 എന്ന് വരും. ദാറ്റ് ഈസ് 20 = H ഇൻറ്റു 2/√3. ദാറ്റ് ഈസ് 20√3 = 2H. അപ്പോൾ H = 20√3/2 ആണ്. ദാറ്റ് ഈസ് = 10√3 ആണ്. ഇനി കനാൽ, അപ്പോൾ TV ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10√3 മീറ്റർ ആണ്. ഇനി വിഡ്ത്ത് ഓഫ് ദ കനാൽ എന്ന് പറയുന്നത് എക്സ് ആണ്. ദാറ്റ് ഈസ് = AC എന്ന് പറയുന്നത് H/√3 ആണ്. ദാറ്റ് ഈസ് 10√3/√3 ആണ്. ദാറ്റ് ഈസ് = 10. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഓരോ ചോദ്യവും വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക, അത് പഠിച്ചു മാറുക. ഓക്കെ, താങ്ക് യു.